അന്വേഷണം വഴിമുട്ടി. പിന്നെ അവിടെ അന്വേഷിക്കുക ഇസ്ലാം മതത്തെക്കുറിച്ച് ഈ ഊരുകളിലും അന്നും ഇന്നും ശബ്ദിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്ലാം മതത്തിനെ അത്ര ഒരു വൃത്തികെട്ട വിരൂപമായ ഭീകരമായ ഒരു രൂപമാണ് ഇന്ന് ജനം ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഊരിലും ഇവിടെ പിന്നെ ഈ കച്ചവടക്കാരൊക്കെ വന്നാൽ അന്ന് ഞങ്ങളുടെ വാപ്പയൊക്കെ പരടച്ച് അകത്ത് കയറും. ഈ മുസ്ലിങ്ങൾ വന്നാൽ മുസ്ലിങ്ങളെ കാണുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു രീതിയിലാണ് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നത് കാണും. അതുകൊണ്ട് ഇസ്ലാം അന്വേഷിക്കേണ്ട കാര്യവുമില്ല. അല്ല, ഇവിടെ ഈ ഒറ്റപ്പെട്ട ഈ ട്രൈബൽ കോളനിയിൽ മുസ്ലിങ്ങളോട് അത്തരം ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു അവസ്ഥ എങ്ങനെ വന്നു? ഇസ്ലാം മതത്തെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണ എങ്ങനെ കിട്ടി? അത് മറ്റുള്ളവർ പറയല്ലടാ. അവര് വെട്ടുന്നവര്, അത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ അവര് വെട്ടുന്നവര്, വാളം കൊണ്ടിരിക്കുന്ന വെട്ടുന്നവര്. അവർക്ക് ദൈവമില്ല, പള്ളി ദൈവത്തിന്റെ രൂപമൊന്നുമില്ലല്ലോ. അവര് യുദ്ധന്മാര് പാകിസ്ഥാനൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ എന്തോ മുസ്ലിങ്ങളെ ഈ സമൂഹത്തിന് വളരാത്ത ഒരു സാധനമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതത്തെ നമ്മൾ പഠിക്കാനും പോയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഈ ദൈവത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലൊന്നും നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല, ഇസ്ലാം മതത്തിലേക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നിരാശനായിട്ട് കഴിയാണ്. പിന്നെ എന്റെ വനത്തിലേക്ക് പണിക്ക് പോയി. വനത്തിലെ പണിയാണ്, വനത്തില് കുറെ ആൾക്കാരുമായിട്ട് വനത്തിലേക്ക് പണിക്ക് പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾ ഈ വൈകിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് മലയീശ്വരന്മാർക്കൊക്കെ മുറുക്കാനും നിവേദ്യം വെച്ച് പിന്നെ പൂജ ചെയ്യും. എന്താണ് രാത്രി കിടന്നുറങ്ങുമ്പോഴേ ആന കടുവ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യും. അന്നേ ഒരേ ദിവസം ഒരാൾ രാത്രി മുഴുവൻ ഉറക്കളച്ചിരിക്കണം. ബാക്കി ഒരുപാട് ജോലിക്കാരുണ്ട്. ഇവരെല്ലാം വനത്തിലേക്ക് കിടക്കുകയല്ലേ. ഇപ്പൊ ഒരാൾക്ക് ടേൺ വെച്ച് ഒരാൾ ഉറങ്ങാൻ ആനയെ വല്ലതും വന്നെങ്കിലേ അന്നത്തെ ടേൺ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങായിരുന്നോളാം, നിങ്ങളെല്ലാം കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ അളിയനോട് പറഞ്ഞു മലയ്ക്ക് മുറുക്കാൻ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മുറുക്കാൻ നമുക്ക് നീ വെച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു പാറയുടെ മണ്ട ഇങ്ങനെ വനത്തിനകത്ത് പാറയുടെ മണ്ട ഇങ്ങനെ മലന്ന് കിടക്കുക. ഞാൻ ഈ ആകാശത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ അരിവരിയുന്ന പോലുള്ള നക്ഷത്രങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നുണ്ടായത്? ഇത് നേരം വിളക്കുമ്പോൾ കാണുന്നില്ല. ഇതെങ്ങനെ ഇതാര് കത്തിക്കുന്നത്? വീണ്ടും ഇതേ ചിന്തയിലേക്ക് അങ്ങ് വരുവാണ്. ഇതാരാ ഇത് കത്തിക്കുന്നത്? ഈ നക്ഷത്രങ്ങളല്ലേ ഇതാരാ കത്തിക്കുന്നത്? ഇതൊക്കെ എന്തുവാണ്? രാത്രിയാൽ ഇതിക്കങ്ങ് ചിന്തകളങ്ങും. ഞമ്മളെ തലയിലൊക്കെ ഭയങ്കര തലമുടിയായിരുന്നു. അന്ന് പൊഴി പോയതല്ല. ഈ 10 വർഷം കൊണ്ട് എന്നെ മുടി പോയത് മുഴുവൻ. എന്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ നിങ്ങൾ കാണിച്ചുതരാം. ചീപ്പിറങ്ങാൻ തലമുടിയായിരുന്നു എനിക്ക്. ഈ ചിന്തകൾ അലട്ടി തല മുഴുവൻ പുറത്തു പോയതാണ്. ഇങ്ങനെ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുമൃഗം കടുവയൊക്കെ ആനയൊക്കെ കാറുന്നതൊക്കെ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഓരോന്ന് ചിന്തിച്ച് എനിക്കങ്ങ് വല്ലാത്തൊരു ഞാൻ എന്റെ കൈകളിലേക്ക് നോക്കും. എന്റെ കൈകളിലേക്ക് എനിക്ക് നോക്കാറുണ്ടല്ലോ അന്നൊക്കെ. ഈ വിരളൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നു, പിടിക്കാൻ ഇങ്ങനെ മടങ്ങി വരുന്നു. എന്താ നമ്മുടെ ഈ നാക്കിന് ഇത്ര നീളമല്ല, ഈ നാക്കെ കൂടെ എന്തെല്ലാം മധുരമായ ശബ്ദം വരുന്നു, പാട്ട് പാടുന്നു, അതേ നാക്കുകൊണ്ട് ചീത്ത വിളിക്കുന്നു, അതേ നാക്കുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നു. ഇതിന്റെയൊക്കെ ഉള്ളിൽ ഇതൊക്കെ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ടല്ലോ. ഇതെങ്ങനെയൊന്ന് വെളിപ്പെടുത്തുക, എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളൊരു ആ ലോകത്തേക്കായി പോയി. ഞാൻ 12 വർഷം ആ ലോകത്തേക്ക് ആയിപ്പോയതാ. എന്തിനിവിടെ വന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നുള്ള ഒരു നിമിഷം ചിന്തിക്കുന്നവർക്ക് ഇത് ചിന്തിച്ചേ പറ്റൂ. അത് ചിന്തിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ഇത് എന്താണെന്ന് വെച്ചാൽ പൂർവികരൊക്കെ ഓരോ മാതൃകൾ കാണിച്ചു കൊടുക്കും. ഞാൻ കാണിക്കുന്ന ആളെ എന്റെ മക്കൾ കാണിക്കുന്നത് ആ വഴി തരുന്നു. പക്ഷെ അവർ അന്വേഷിക്കുന്നില്ല. ഇത് യേശുവിന്റെ ചില വചനങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിക്കും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ന്യായിക്കും കിട്ടും. യേശു ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ റൂട്ടിലേക്ക് അങ്ങ് പോയി. യേശു പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുക, ഇവരുടെ കിട്ടുന്നതൊക്കെ അന്വേഷിക്കുക. എത്രയോ ആൾക്കാരുമായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിക്കൂലി മുടക്കി ദൂര സ്ഥലത്ത് പോയിട്ടുണ്ട് ചിലരെ കാണാൻ വേണ്ടി, ചില ചോദ്യങ്ങളുമായിട്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്കൊരു തൃപ്തി വന്നില്ല. പക്ഷെ ഇസ്ലാമത്തിൽ ആരും പറഞ്ഞിട്ടുമില്ല, ആരും പറഞ്ഞില്ല. അവസാനം ഞാൻ എല്ലാം നിർത്തുന്ന സമയത്ത് അസ്വസ്ഥനായിപ്പോയി. എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്ന അവസ്ഥ വന്ന് മനുഷ്യരോട് കൂടുതൽ സംസാരിക്കുന്ന ദൈവവിശ്വാസത്തിൽ പറയുന്നവരെ ഞാൻ വെറുക്കാൻ തുടങ്ങി. ഇവിടെ ദൈവമൊന്നുമില്ല. അന്വേഷണം പിന്നെ വഴിമുട്ടിയല്ലോ. ദൈവനും ഒന്നും ഇവിടെ ഇല്ല. നിരീശ്വരവാദം. അങ്ങനെ എനിക്കൊരു വീട്ടുകാർക്കൊക്കെ ഇവര് മെന്റലാ വട്ടാന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവളെ അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിപ്പോയി. അന്ന് ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോഴി കോലൊക്കെ ഇവിടെ കാര്യങ്ങൾ കാക്ക വന്നാൽ ഭാര്യ ഓടിക്കും. കാക്ക അലയ്ക്കുന്ന റേഡിയോ പാടുന്ന റേഡിയോ ഒക്കെ മാറ്റി പാത്രങ്ങൾ ഇങ്ങനെ ഇപ്പൊ ചിന്തകൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഉറക്കമില്ലാതായിരുന്നു. അന്വേഷണം വഴി വിട്ടിട്ടു. അവസാനം ഞാൻ തീരുമാനമെടുത്തു, ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ആ പാതയിലേക്ക് എന്നെ ദൈവം തന്നെ വഴി കാണിച്ചു തരട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞാൻ അങ്ങെല്ലാം അവസാനിപ്പിച്ച് പാട്ടുപെട്ടി മുടക്കി.
അന്വേഷണം പൂർത്തീകരിച്ച് ഇവിടാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്റെ ഈ അന്വേഷണം ദൈവം തന്നെ വഴി തുറന്നിട്ടാണ്. ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് ഈ ലോകത്തിലെ ഒരു മുസ്ലിങ്ങൾക്ക് പോലും ഒരു പങ്കുമില്ല, ഒരാൾക്കും തന്നെ ഒരു പങ്കുമില്ല. ഒരാളും വന്ന് നിങ്ങളുടെ അടുത്ത് 1995 ജൂൺ മാസം 4-ാം തീയതി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ചാത്തന്തറ ടൗണില് ഒരു കടയിൽ ഇവിടെ ഹക്കീം ബേക്കറി എന്നാ പറയാ. അതൊന്ന് വീടിക്കടയായിരുന്നു, ഹക്കീം ബേക്കറി. ഞാൻ അവിടെ യാത്ര പോയിട്ട് വന്ന് ആ കടയിൽ കയറി. ഇവിടെ കയറി വീഡിയോ സിഗരറ്റൊക്കെ വാങ്ങിച്ചപ്പോ ഇതിനകത്ത് ഈ വീടിപ്പെട്ടിക്കകത്ത് ഒരു പുസ്തകം കിടക്കുന്നു. അതിന് കാരണവും മഴയാണ്. ഞാനിങ്ങനെ എന്താ വായിക്കാറുള്ള സ്വഭാവം ഉണ്ടല്ലോ. ഈ പുസ്തകം എടുത്ത് ഞാൻ നോക്കിയപ്പോ ഇസ്ലാമിക പ്രിന്റഡ് കോഴിക്കോട്. ആ പുസ്തകത്തിന്റെ ഫ്രണ്ടില് ഒരു തൊട്ടിൽ കാണാം, ഒരു തുണിക്കകത്ത് ഒരു കൊച്ചി കിടക്കുന്നു, ഒരു കൊച്ചുകുട്ടി. അപ്പുറത്ത് ഒരു കട്ടിൽ കൊണ്ടു. പുസ്തകത്തിന്റെ പേര് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ. ഇത് വാങ്ങിച്ചപ്പോൾ ഇസ്ലാമിക പ്രിന്റഡ് കോഴിക്കോടെന്ന് വാങ്ങിച്ചപ്പോഴേ ഞാൻ മടക്കി. നമുക്കിത് കാണേണ്ട കാര്യമില്ലല്ലോ, ഇസ്ലാമല്ലേ. ഇപ്പൊ ഞാൻ അലമതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മഴയൊന്ന് കുറഞ്ഞാൽ ഇറങ്ങി പോകാമെന്നുണ്ട്. ഇങ്ങനെ അലസ്യമായിട്ട് ഞാൻ ഇതിന്റെ പേജുകള് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും മഴ പെയ്യുന്നുണ്ട്, മഴ ശക്തി അങ്ങ് കൂടി. അങ്ങനെ ഇതിനകത്ത് നോക്കുകയാണ്. ഞാൻ ആദ്യം വായിക്കുന്നത് മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം, നിങ്ങൾ പിതാവിനോട് പിന്നെ സൗമ്യമായി ഇടപെടണം, അങ്ങനെ കുറെ അയൽവാസി പട്ടിണി കിടന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു കാണുന്നുണ്ട്, അവൻ വീക്ഷിക്കുന്നുണ്ട്. ചേട്ടാ ഈ അള്ളാഹു അവിടാണ് ഞാൻ ആദ്യമാദ്യം വായിക്കുകയാണ്, അള്ളാഹു എന്ന് വായിക്കുകയാണ്. അവിടെ ഇരുന്ന് ഞാൻ ആ പുസ്തകം ഇവിടെ ഇതെന്താ പിന്നെ പേജ് മറിച്ച് കുറെ പേജ് മറിച്ചപ്പം എന്റെ 10 വർഷത്തെ അന്വേഷണത്തിന്റെ ഉത്തരങ്ങൾ 28 പേജുകളുടെ പുസ്തകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. 10 വർഷത്തെ അന്വേഷണത്തിന് നാടും പണവും മുടക്കി, ശരീരവും മുടക്കി, സമയവും മുടക്കി ഓട്ട ഒരു വീടിപ്പെട്ടിയിൽ നിന്ന് 28 പേജുള്ള പുസ്തകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിച്ച് മറുപടി തരികയാണ്. പുസ്തകം എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. ഞാൻ കൊടുത്ത പുസ്തകം മുഴുവൻ ബാക്കിയുള്ള ഗംഭീറെ ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. തുടക്കമാണ്. ഈ പുസ്തകം ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, ഇവിടെ നിനക്കെന്തിനാണ് ഞങ്ങളെ പുസ്തകം എന്ന് ചോദിച്ചു. അയ്യോ ഞങ്ങളുടെ പരിചയമുണ്ട്, അവിടെ ആ വീടിയും തൂക്കാനൊക്കെ വാങ്ങുന്ന കറ്റുകടയാ, നിനക്കെന്താണ് ഈ പുസ്തകം, നിങ്ങൾ അവിടെ പോകുമ്പോൾ കടയിൽ നിന്ന് കയറിയിട്ട് പോകണം. അയാൾ ഇന്നും ആ വീടിപ്പെട്ടി ദിവ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇന്നലെ ഞങ്ങളുടെ വന്നത് ആർക്കത് കൊടുക്കത്തില്ല വീടിപ്പെട്ടി. ഞാനിത് ഇവിടെ ഈ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വായിച്ചു, രാത്രി മുതൽ വായിച്ചു, ഒരു 10-12 പ്രാവശ്യം അങ്ങ് വായിച്ചു. 28 പേജേ ഉണ്ടായിരുന്നു. തൊട്ടിൽ മുതൽ കട്ടിൽ ജലം മുതൽ മരണം വരെ എല്ലാം ടച്ച് ചെയ്ത് പോയിരിക്കുക. ഇതൊരു അത്ഭുതം സംഭ്രായം. ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ദൈവത്തെ കുറിച്ച് കൃത്യമായി പറയുന്നു. അള്ളാഹു അത് വായിച്ചപ്പോൾ ഇവിടെ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. ഇനി പിന്നെ പുസ്തകം തിരക്കി പോക്കലാണ്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകട്ടില്ലേ, ഒരു അടിമ, ഞാൻ ഇപ്പോഴത് പറയുന്നത്, അന്ന് ഞാൻ പറയുന്നത്, ഒരു അടിമ ഒരു നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി അവൻ നിലകൊണ്ടാൽ പടച്ചു തമ്മിൽ അവനെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. വഴി മുടക്കത്തില്ല. പുസ്തകം വഴി തുറന്നു തരികയല്ലേ. പിന്നെ ഞാൻ പുസ്തകം തിരക്കി പോവാണ്. അതായത് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഇസ്ലാമിലേക്ക് ഒരാളുടെ കടന്നുവരവിനെ പ്രലോഭനത്തിന്റെ കാരണമായോ അല്ലെങ്കിൽ പ്രകോപനത്തിന്റെ കാരണമായോ നിർബന്ധത്തിന്റെ കാരണമായോ ഒക്കെ സമൂഹം അല്ലെങ്കിൽ മീഡിയകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ പ്രലോഭനമോ പ്രകോപനമോ ഇതൊന്നും അല്ല. അതിനപ്പുറം ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന പ്രബോധനം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിർബന്ധമായിട്ട് ഇസ്ലാമിയെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്ന പറയുന്നതിനകത്ത് ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല. എന്റെ വിശ്വാസം അങ്ങനെ ആരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ അങ്ങനെ പറ്റുന്ന എങ്ങനെ പറ്റില്ല, അത് നടക്കത്തില്ല. അത് വെറും എന്താണ്, ഇസ്ലാമിനെതിരെ, സത്യത്തിനെതിരെയുള്ള ആഞ്ഞടിയാണ്.